ഹായ്, നമസ്കാരം. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ മലയാളം പാഠപുസ്തകത്തിലെ ഋതുയോഗം എന്ന് പറയുന്ന പാഠത്തിലെ ശ്ലോകങ്ങളുടെ ആശയമാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത്. അതിൽ 1 മുതൽ 5 വരെയുള്ള ശ്ലോകങ്ങളുടെ ആശയം മാത്രമാണ് പറഞ്ഞിരുന്നത്. ബാക്കി ശ്ലോകങ്ങൾ ഇനിയും 10 ശ്ലോകങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു 15 ശ്ലോകങ്ങളാണ് അതിൽ ഉള്ളത്. അതിൽ 5 എണ്ണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഒരുപാട് പേര്, വളരെ കുറച്ച് പേരെ ഇത് കണ്ടുള്ളൂവെങ്കിലും കണ്ടവരൊക്കെ തന്നെ അതിൽ ഞാൻ നമ്പർ കൊടുത്തിരുന്നു. അത് വച്ചിട്ട് വിളിക്കുകയും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ബാക്കി ഭാഗത്തിൻ്റെ എല്ലാം ഒരുമിച്ചൊരു വീഡിയോ ആക്കി ഇടണമെന്നാണ് പറയുന്നത്. പക്ഷേ അത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അരമണിക്കൂറിനപ്പുറം പോയാൽ നമ്മുടെ കുട്ടികൾ ഇത് കാണുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത് തന്നെ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും കാണുക. ഏതായാലും നമുക്ക് 6ാമത്തെ ശ്ലോകം മുതൽ ഇന്ന് നോക്കാം. ശ്രദ്ധയോടെ കേൾക്കുക, കാണുക. 6ാമത്തെ ശ്ലോകം. ഗോത്രാദിയൊന്നുമറിയാതെനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം. എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. ഗോത്രാദിയൊന്നുമറിയാതെനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം. എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. അപ്പോൾ ഇവൻ മഹർഷിബാലനല്ല എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞ് നമ്മൾ നിർത്തിയത് കണ്ടു. നീ ഈ ആശ്രമത്തിൻ്റെ പിറവിക്ക്, ആശ്രമത്തിൽ ജനിച്ച നീ ആശ്രമത്തിൻ്റെ ശുദ്ധിക്കും വൃത്തിക്കുമൊന്നും നീ ദോഷമുളവാക്കി വയ്ക്കല എന്നൊക്കെ പറയുമ്പോഴേക്കും ആ താപസ്യം എന്ന് പറഞ്ഞു ഇവൻ മഹർഷിബാലനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഇവൻ്റെ രൂപം കൊണ്ട് തന്നെ ഊഹിച്ചു എന്നുള്ള അർത്ഥത്തിൽ രാജാവ് പറഞ്ഞിട്ട് രാജാവ് ആ ബാലനെ ഒന്ന് സ്പർശിക്കുമ്പോൾ രാജാവിനുണ്ടാകുന്ന, ദുഷ്യന്തനുണ്ടാകുന്ന അനുഭൂതി, സുഖം, ആ നിർവൃതി എത്രമാത്രമാണെന്ന് ദുഷ്യന്തൻ പറയുകയാണ്. ഗോത്രാദിയൊന്നും അറിയാതെനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം. അപ്പോൾ ഈ മഹർഷിബാലനല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ മറ്റേതോ ഗോത്രത്തിൽ പിറന്നവനായിരിക്കും. അന്ന് ഈ ഗോത്രം ആണ് പ്രധാനപ്പെട്ട ഒരു വിഭാഗമെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, ഇന്നത്തെ ജാതി മതം പോലെ അന്നൊക്കെ വംശം, ഗോത്രം എന്നിങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഗോത്രത്തിൽപ്പെടുന്നവർ മറ്റു ഗോത്രക്കാരെ വിവാഹം കഴിക്കുകയില്ല. ആ ഗോത്രത്തിൽപ്പെടുന്നവരുടെ ആചാരങ്ങളായിരിക്കുകയല്ല മറ്റൊരു ഗോത്രത്തിൽ. അങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഇവൻ ഏത് ഗോത്രത്തിലാണ് ജനിച്ചത് എന്ന് പോലും അറിയാതെ ഞാൻ ഇവൻ്റെ ഗാത്രത്തിലൊന്ന് സ്പർശിച്ചു. ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ എനിക്ക് തൊട്ടുകൂടായ്മയുള്ള ഗോത്രമാണോ എന്ന് പോലും അറിയില്ല. അത് രാജാവിന് വലിയ സംശയമില്ല. കാരണം മഹർഷിബാലനായതുകൊണ്ട്, ആശ്രമത്തിൽ വരുന്നത് കൊണ്ട് അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ വിശ്വസിക്കുകയാണ്. എങ്കിലും പറയുന്നു, എനിക്കിവൻ്റെ ഗോത്രം ഏതെന്നറിയില്ല. ഇവൻ ജനിച്ച ഗോത്രം, ഇവൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് എന്നെനിക്കറിയില്ല. എങ്കിലും ഇവൻ്റെ ഗാത്രത്തിൽ ഒന്ന് സ്പർശിച്ചപ്പോൾ എനിക്കൊരു വല്ലാത്ത സുഖമുണ്ടായി, ഒരു വല്ലാത്ത അനുഭൂതി ഉണ്ടായി. ഒരു നല്ല എന്തിനെയോ അല്ലെങ്കിൽ വിലമതിക്കാനാകാത്ത എന്തിനെയോ സ്പർശിച്ചതുപോലെയുള്ള ഒരു അനുഭൂതി, ഒരു സുഖം എനിക്കുണ്ടായി. എന്നിട്ട് രാജാവ് പറയുന്നു, എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. അപ്പം എനിക്ക് ഇവൻ ഏത് ഗോത്രം, ഇവൻ ആരാണ്, എന്താണ് എന്നറിയാതെ ഈ കുട്ടിയെ സ്പർശിച്ചപ്പോൾ, തൊട്ടപ്പോൾ ഇത്രമാത്രം സുഖമാണ് എനിക്ക് ലഭിച്ചതെങ്കിൽ എത്രയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് ഉണ്ടാവില്ല, എത്രയ്ക്ക് ലഭിക്കില്ല എന്നാണ്. വേണം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മുടെ കൈപ്പിടിയിൽ ലഭിക്കണമെന്നുള്ള അർത്ഥമല്ല. എത്രമാത്രമായിരിക്കും, എത്രയ്ക്ക് ഉണ്ടാവുകയില്ല എന്ത്. പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു പുണ്യവാന്. എന്തുമാത്രം സന്തോഷമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തുമാത്രം സന്തോഷമാണ് അനുഭവിക്കുക. ആര്? ഇവനെ പുത്രത്വമോർത്ത്, ഇവൻ പുത്രനാണ് എന്ന് കരുതി ഇവനെ പുണരുന്നൊരു പുണ്യവാന്, ഇവനെ ഗാഠാലിംഗനം ചെയ്യുന്ന പുണ്യവാന്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗാത്രത്തിൽ പറ്റിയിരിക്കുന്ന പൊടി ആരുടെ ശരീരത്തിലാണോ അണിയുന്നത് അയാൾ എത്രമാത്രം സുഹൃതം ചെയ്തവനായിരിക്കണമെന്നൊരാശയം പറഞ്ഞല്ലോ കുറച്ചു മുമ്പുള്ളൊരു ശ്ലോകത്തിൽ. അതുപോലെ ഇവിടെ പറയുകയാണ്, ഇവൻ പുത്രനാണെന്ന് കരുതി ഇവനെ പുണരുന്ന പുണ്യവാൻ എത്രത്തോളം സന്തോഷമുണ്ടാവില്ല. അതായത് ഇവനെ പുത്രനായി ലഭിച്ച ആ പിതാവ്
ഇവനെ സ്പർശിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തുമാത്രം സന്തോഷമായിരിക്കും ലഭിക്കുക. ഇവൻ ആരാണ് എന്താണെന്നറിയാതെ ഞാൻ ഇവനെ തൊട്ടപ്പോൾ എനിക്കിത്രമാത്രം സുഖം ലഭിച്ചു എങ്കിൽ ഇവൻ്റെ അച്ഛന് ഇവനെ പുത്രനായി കണ്ട് ഇവനെ ആലിംഗനം ചെയ്യുന്ന ഇവൻ്റെ സ്വന്തം പിതാവിന് എത്രമാത്രം സന്തോഷമായിരിക്കും ലഭിക്കുക എന്ന് രാജാവ് പറയുകയാണ്. ശരിക്കും രാജാവിൻ്റെ മകനാണ്. രാജാവ് സ്വന്തം അനുഭൂതി തന്നെയാണ് പറയുക. ഒരു ആത്മഗതം തൻ്റെ ഉള്ളിൽ ഉള്ളൊരു സംഭവം ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ആ ശ്ലോകത്തിൻ്റെ ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവൻ്റെ ഗോത്രം ഏതാണെന്നൊന്നും അറിയാതെ ഞാൻ ഇവൻ്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ തന്നെ എനിക്ക് ഇത്രമാത്രം സുഖം ലഭിച്ചുവെങ്കിൽ ഇത്രയ്ക്ക് സുഖം കിട്ടില്ല. ഇവനെ പ്രതിപത്തിയോടെ, വല്ലാത്ത ഇഷ്ടത്തോടെ, വല്ലാത്ത സ്നേഹത്തോടെ ഇവനെ പുത്രനാണെന്നോർത്ത് ആലിംഗനം ചെയ്യുന്ന പുണ്യവാനായ ഒരാളിന്, ഇവൻ്റെ അച്ഛന് എന്തുമാത്രം സുഖമായിരിക്കും ഉണ്ടാവുക. അതാണ് 6ാമത്തെ ശ്ലോകത്തിൻ്റെ ആശയം. ആവർത്തിച്ച് കേൾക്കുക. ഇനി 7ാമത്തെ ശ്ലോകം. അതായത് ഇവൻ മഹർഷിബാലനല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പിന്നെ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഇവൻ്റെ ഗോത്രം, ഇവൻ്റെ വംശം എന്ന് പറയുന്നത് പുരുവംശമാണ് എന്ന് പറയും. ഇപ്പോൾ ഈ രാജാവ് പുരുവംശത്തിൽപ്പെട്ട രാജാവാണ്. അപ്പോൾ രാജാവ് വിചാരിച്ചു, എൻ്റെ വംശത്തിൽപ്പെടുന്നവനായതുകൊണ്ടാണ് നേരത്തെ താപസ്യമാർ ഇവൻ എൻ്റെ ഛായയുണ്ടെന്ന് പറഞ്ഞത്. എങ്കിലും പുരുവംശത്തിൽപ്പെട്ട രാജാക്കന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം എന്താണ് എന്ന് രാജാവ് പറയുകയാണ്. അത് പിന്നീട് അതിനെ ഒന്ന് മാറി ചിന്തിക്കുകയും ചെയ്യും. ആ ശ്ലോകത്തിൽ പറയുന്നത് പുരുവംശ രാജാക്കന്മാരുടെ ഒരു രീതിയാണ്. എന്താണ് ആ രീതി? ധരണീ ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോത്ഭവരേഖ പത്നിയോടെ. ധരണീ ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു പുരുവംശോത്ഭവരേഖ പത്നിയോടെ. പുരുവംശത്തിലെ രാജാക്കന്മാർ ധരണിയെ ഭരിക്കാൻ, ധരണീ ഭരണത്തിനായി, ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി. പണ്ടൊക്കെ നമ്മൾ പഠിക്കും ധര, ധരിത്രി, ക്ഷോണി, അവനി, ക്ഷിതി, ഇതൊക്കെ ഭൂമി എന്ന് പറയുന്ന വാക്കാണ്. അപ്പോൾ ധരണി ഭരിക്കാൻ, രാജ്യം ഭരിക്കാൻ, ഭൂമി ഭരിക്കാൻ വേണ്ടി പുരുവംശ ചക്രവർത്തിമാർ എന്തു ചെയ്യും? ആദ്യം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം. പുരുസൗധം, പുരം എന്ന് പറഞ്ഞാൽ പട്ടണം എന്നർത്ഥം. രാജകൊട്ടാരം എപ്പോഴും നഗരത്തിലായിരിക്കും, പട്ടണത്തിലായിരിക്കും. രാജകൊട്ടാരം എന്ന് പറയുന്നത് പട്ടണത്തിലായിരിക്കും. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പുരത്തിലുള്ള സൗധം, പട്ടണത്തിലുള്ള വീട്. അതാണ് കൊട്ടാരം. അപ്പോൾ രാജ്യം ഭരിക്കാൻ വേണ്ടി രാജാക്കന്മാർ പുരുസൗധങ്ങളിൽ, കൊട്ടാരത്തിൽ, രാജാക്കന്മാർ താമസിക്കുന്ന സ്ഥലത്ത്, വസതിയിൽ, അതാണ് കൊട്ടാരം. ആ കൊട്ടാരത്തിൽ വാണതിൻ്റെ ശേഷം, താമസിച്ചതിന് ശേഷം. ഇപ്പോൾ രാജ്യം ഭരിക്കാൻ വേണ്ടി രാജാക്കന്മാർ, പുരുവംശ രാജാക്കന്മാർ കൊട്ടാരത്തിൽ താമസിക്കുന്നു. ആ കൊട്ടാരത്തിൽ താമസിച്ച് രാജ്യമൊക്കെ ഭരിച്ച് രാജാവ് വിവാഹം ചെയ്ത് രാജാവിന് പട്ടമഹിഷിയിൽ പ്രധാനപ്പെട്ട ഭാര്യയിൽ ജനിക്കുന്ന മകനായിരിക്കും രാജാവ്. രാജാവിന് അനേകം ഭാര്യമാരുണ്ടാവും. ആ ഭാര്യമാരിൽ ഒരു ഭാര്യയായിരിക്കും പട്ടമഹിഷി, പ്രധാനപ്പെട്ട ഭാര്യ എന്നർത്ഥം. ആ ഭാര്യയിൽ ജനിക്കുന്ന മകനായിരിക്കും രാജ്യാധികാരത്തിന് അവകാശം. ഇപ്പോൾ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജകുമാരൻ 17 വയസ്സൊക്കെ ആകുമ്പോൾ രാജാവായി അഭിഷേകം ചെയ്യപ്പെടും. ശ്രീരാമന് പോലും 17 വയസ്സ് സമയത്താണ് രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചത്. അപ്പോഴാണ് കാട്ടിലേക്ക് അയക്കുന്നത്. ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ 17 വയസ്സിൽ രാജാവായി കഴിഞ്ഞാൽ, ധരണീഭാരം രാജാവ് ഏറ്റുകഴിഞ്ഞാൽ പിന്നെ ആ 17 വയസ്സുള്ള രാജാവ് കുടുംബഭാരം, ഗൃഹസ്ഥനും കൂടിയാകണം, കല്യാണം കഴിക്കും. 17, 17, 18 വയസ്സിൽ കല്യാണം കഴിക്കുമ്പോൾ ഈ രാജാവ് 19ാമത്തെ വയസ്സിൽ ഒരു പിതാവാകും, 19ാമത്തെ വയസ്സിൽ അച്ഛനാകുന്നു. അതിനുശേഷം ഈ രാജകുമാരൻ, അദ്ദേഹത്തിന് ജനിക്കുന്ന മകൻ ആണാണെങ്കിൽ അല്ലെങ്കിൽ പുത്രൻ, ആ പുത്രൻ ജനിക്കുമ്പോൾ അവന് 17 കൊല്ലമാകുമ്പോൾ ഈ രാജാവ് രാജ്യഭാരം ഇവനെ ഏൽപ്പിച്ചിട്ട്, രാജാവ്, അനേക ഭാര്യമാരുണ്ട്, അവരെ ആരെയും കൂട്ടില്ല, ഈ രാജാവും രാജാവിൻ്റെ പട്ടമഹിഷിയുമായിട്ട് നേരെ വനവാസത്തിന് പോകും, കാട്ടിലേക്ക് പോകും. കുടുംബഭാരമൊക്കെ ഇറക്കി വെച്ച്, രാജ്യഭാരമൊക്കെ ഇറക്കി വെച്ച് വനയാത്രയ്ക്ക് പോകും. അവിടെ ചെന്ന് ആശ്രമമൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ആ രാജാവിന് 19, 10, 29, 30, 36 വയസ്സ് ഏകദേശമാകുമ്പോൾ, 36, 37 വയസ്സാകുമ്പോൾ
രാജാവ് തൻ്റെ ഭാര്യയും കൂട്ടി. അപ്പോൾ ഭാര്യയ്ക്ക് ഒരുപക്ഷെ ഒരു 30 വയസ്സോ ഒക്കെ ആവും. അവർ നേരെ കാട്ടിൽ പോയി അവിടെ ഒരു മരത്തിന് അടിയിൽ ആശ്രമം കെട്ടി ഒരു വീട് വെച്ച്, അല്ലെങ്കിൽ വനത്തിൽ വീട് വെച്ച് ആശ്രമം കെട്ടി അവർ താമസിക്കുകയാണ്. വനത്തിലെ വീടാണ് ആശ്രമം, അവിടെ അവർ താമസിക്കുന്നു. എന്തുകൊണ്ട് ഞാനിത് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അടുത്ത വരി നിങ്ങൾക്ക് മനസ്സിലാവും. തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു. തരുമൂലം, തരു എന്ന് പറഞ്ഞാൽ മരം, വൃക്ഷം, വൃക്ഷത്തിൻ്റെ മൂലം, മൂലം എന്ന് പറഞ്ഞാൽ അടിഭാഗം, ചുവടെന്നർത്ഥം. വൃക്ഷച്ചുവട്ടിൽ, മരത്തണലിൽ, മരത്തിൻ്റെ അടിവാരത്തിൽ, കാട്ടിൽ, മരച്ചുവട്ടുകളിൽ തരുമൂല ഗൃഹസ്ഥരായി, തരുമൂല ഭാഗത്ത് ഗൃഹം വച്ച്, വീട് വച്ച്, ആശ്രമം കെട്ടി ചരിക്കുന്നു, ജീവിക്കുന്നു, വസിക്കുന്നു. പുരുവംശോത്ഭവർ, പുരുവംശത്തിൽ ഉത്ഭവിച്ച രാജാക്കന്മാർ, പുരുവംശത്തിൽ പിറന്നവർ ഏകപത്നിയോടെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ ഒരു ഭാര്യയോടെ, അദ്ദേഹത്തിൻ്റെ പട്ടമഹിഷിയോടൊപ്പം അവിടെ വസിക്കുകയാണ്. ഞാൻ എന്തിനാണ് ഇവിടെ ഈ രാജാവിൻ്റെയും രാജ്ഞിയുടെയും പ്രായം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പുരുവംശത്തിലെ രാജാവും രാജ്ഞിയും വന്നു ഈ കാട്ടിൽ വന്നു എങ്കിൽ അവർ രണ്ടുപേരുമല്ലേ കാണുള്ളൂ. ഈ കുമാരനെ അവർ കൊണ്ടുവരില്ലല്ലോ. പക്ഷേ ദുഷ്യന്തൻ ഇവിടെ കണ്ടത് ഒരു കുമാരനെയാണ്. അതിൻ്റെ അർത്ഥം ചെറുപ്പക്കാരായ ഈ രാജാവിനും രാജ്ഞിയും ഈ രാജ്ഞിക്കും ഈ കാട്ടിൽ വരുമ്പോൾ, വന്ന് താമസിക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകാം. അങ്ങനെ ഉണ്ടായ ഒരു കുമാരനാണോ ഇത് എന്ന സംശയമാണ് രാജാവിനുണ്ടായത്. അവിടെ പുരുവംശോത്ഭവർ ഏകപത്നിയോടെ, ഒരേ ഒരു ഭാര്യയോടുകൂടി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. കുമാരനെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടില്ല, കുമാരനെ കൊണ്ടുവരികയുമില്ല. അപ്പോഴെങ്ങനെ ഈ മുനികുമാരൻ ഇവിടെ വന്നു എന്ന് ആ ഒരു സംശയം രാജാവിന് തോന്നിയതിനെ രാജാവ് ചിന്തിച്ച് വ്യാഖ്യാനിച്ചെടുക്കുന്നതാണ് ഇവിടെ. കുരുവംശോത്ഭവർ ഏകപത്നിയോടെ, ഒരു ഭാര്യയോടൊപ്പം അവിടെ താമസിക്കും. പിടികിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ധരണീഭരണത്തിനായി മുന്നം, ഭൂമി ഭരിക്കുന്നതിന്, രാജ്യം ഭരിക്കുന്നതിന് വേണ്ടി നേരത്തെ പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം, നാട്ടിലെ പട്ടണത്തിലെ കൊട്ടാരത്തിൽ താമസിച്ചതിൻ്റെ ശേഷം, രാജ്യമൊക്കെ ഭരിച്ച് അനന്തരാവകാശി രാജ്യഭാരം ഒക്കെ കൊടുത്തതിൻ്റെ ശേഷം തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പൂ, കാട്ടിൽ വന്ന് മരങ്ങൾക്കടിയിൽ, വൃക്ഷങ്ങൾക്കടിയിൽ, അല്ലെങ്കിൽ കാട്ടിൽ മരച്ചുവട്ടിൽ ആശ്രമമൊക്കെ കെട്ടി ജീവിക്കുന്നു. പുരുവംശോത്ഭവർ ഏകപത്നിയോടെ, പുരുവംശത്തിൽ പിറന്ന രാജാക്കന്മാർ പട്ടമഹിഷിയോടൊപ്പം, പ്രധാനപ്പെട്ട ഭാര്യയോടൊപ്പം, ഒരേ ഒരു ഭാര്യയോടൊപ്പം ഇങ്ങനെ താമസിക്കാറുണ്ടല്ലോ. അപ്പോൾ രാജാവ് വീണ്ടും വിചാരിക്കുന്നു, ഈ പുരുവംശത്തിൽപ്പെട്ട രാജാക്കന്മാരാണെങ്കിൽ ഭൂമിയിലുള്ള കാട്ടിലാണ് പോയി താമസിക്കുക. ഈ കാട് ഭൂമിയിലുള്ളതല്ല, ഈ ആശ്രമവും വനപ്രദേശവും ഒന്നും ഭൂമിയിലല്ല. ഇത് ദേവലോകത്താണ്. ദേവലോകത്തിൽ കശ്യപ മാരീച മഹർഷിയുടെ ആശ്രമമാണ്. ആ ആശ്രമം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വന്നു പോകാൻ പറ്റുന്ന സ്ഥലമല്ല. ദുഷ്യന്തന് തന്നെ ഇവിടെ വരാൻ പറ്റിയത് ദേവേന്ദ്രൻ ക്ഷണിച്ചത് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ ഇവർ ഈ കാട്ടിൽ വന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും, ഇവൻ്റെ അമ്മയ്ക്ക് അപ്സരസ്സുമായി, സ്വർലോകവാസിയായ, ദേവലോകവാസിയായ ഒരു അപ്സരസ്സുമായിട്ടൊരു ബന്ധമുണ്ട്, സംബന്ധമുണ്ട്. ഒരു അപ്സരസിൻ്റെ മകളാണ് ഇവൻ്റെ അമ്മ എന്ന അർത്ഥത്തിൽ പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത് എന്ന് പറയുന്നു. ഇങ്ങനെ ഇതെല്ലാം പറയുന്നത് രാജാവ് കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാജാവിന് പലപ്പോഴും സംശയം തോന്നുന്നു, ഇത് തൻ്റെ മകനാണോ, തൻ്റെ ശകുന്തളയുടെ മകനാണോ, ശകുന്തളയാണോ ഇവൻ്റെ അമ്മ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു മന്മയിലിനെയും കൊണ്ടുവരുന്നു. ശകുന്തലാസ്യം നോക്കൂ എന്ന് പറയുന്നു. ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. ശകുന്തത്തിൻ്റെ ലാസ്യം, ശകുന്തം പക്ഷി, ലാസ്യം നൃത്തം, പക്ഷിയുടെ നൃത്തം നോക്കൂ എന്ന് പറയുമ്പോൾ ഈ കുട്ടി തെറ്റിദ്ധരിച്ച് ശകുന്തളയുടെ ആസ്യം, ശകുന്തളാസ്യം, അമ്മയുടെ മുഖത്തേക്ക് നോക്കാനാണോ പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ താപസി പറയുന്നു, ഈ ബാലൻ, മാതാവിനോട് വല്ലാതെ ഇഷ്ടമുള്ള ബാലൻ തെറ്റിദ്ധരിച്ചു, ഞാൻ ശകുന്തത്തിൻ്റെ നൃത്തം കാണൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അവൻ്റെ അമ്മ ഇവിടെ വന്നു എന്നവൻ വിചാരിച്ചു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ദുഷ്യന്തന് വീണ്ടും സംശയം, ശകുന്തള ഇത് എൻ്റെ ഭാര്യയാണോ, ഇവൻ എൻ്റെ മകനാണോ? ഇങ്ങനെ അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലല്ലോ. ചോദിക്കും, ഇവൻ്റെ അച്ഛനായ ആ രാജർഷിയുടെ പേരെന്താണ്? അപ്പോൾ ആശ്രമത്തിലുള്ളവർ പറയും, ഭാര്യയെ, ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ച് അയാളുടെ പേര് പറയാൻ ഞങ്ങൾക്ക് അറയ്ക്കും, ഞങ്ങൾ ആ പേര് പറയില്ല. എന്നിട്ട് രാജാവ് വിചാരിക്കുന്നു, ഇവൻ്റെ അമ്മയുടെ പേര് ചോദിച്ചാലോ? അപ്പോഴും രാജാവ് ചിന്തിക്കുന്നു, അതൊക്കെയാണ് അന്നത്തെ ഈ മഹാത്മ്യം, രാജാവിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അന്യ സ്ത്രീകളെക്കുറിച്ച് വിശേഷം ചോദിക്കുന്നത് ശരിയല്ല, അത് നേരായൊരു പ്രവൃത്തിയല്ല എന്നൊക്കെ രാജാവ് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു രക്ഷ തറയെ വീഴുന്നു. അത് രാജാവ് എടുക്കുമ്പോൾ എല്ലാവരും വിലക്കുന്നു. അത് പാമ്പായി എടുത്ത് അവൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അല്ലാതെ ആരെങ്കിലും അത് സ്പർശിച്ചാൽ അത് വന്ന് സർപ്പമായി അവരെ ദംശിക്കും. പക്ഷേ രാജാവ് അതെടുത്തു. രാജാവിന് ഒരു അപകടവും സംഭവിച്ചില്ല. ഈ സമയത്തേക്ക് എല്ലാവർക്കും മനസ്സിലായി, ഇത്
ഈ കുമാരൻ്റെ ഈ സർവ്വധമനൻ്റെ അച്ഛനും ശകുന്തളയുടെ ഭർത്താവുമായ ദുഷ്യന്തനാണ് എന്ന് അവർ ഓടിച്ചെന്ന് വിവരം പറഞ്ഞു. ആ സമയത്ത് ശകുന്തള, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, ശ്ലോകം മാത്രമാണ് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. ശകുന്തള വരികയാണ്. ശകുന്തളയെ രാജാവ് കാണുന്നു. കണ്ടിട്ട് ഉള്ള ശ്ലോകമാണ് 8ാമത്തെ ശ്ലോകം. മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയായി പല നാളിവളുണ്ടു കാത്തിടുന്നു കലനാമെൻ്റെ വിയോഗദീക്ഷസാധി. മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റ ഒറ്റയായി പല നാളിവളുണ്ടു കാത്തിടുന്നു കലനാമെൻ്റെ വിയോഗദീക്ഷസാധി. മലിനം വസനദ്വയം. പണ്ടൊക്കെ ഈ സ്ത്രീകൾ 2 വസ്ത്രം ധരിക്കും. ഒന്ന് ഉടുക്കുന്ന ഉടുവസ്ത്രവും മറ്റൊന്ന് തോളിലൂടെ ഇടുന്ന മേൽമുണ്ടും. പുരുഷന്മാരും അങ്ങനെ തന്നെ മുണ്ടും മേൽമുണ്ടും ധരിക്കും. മേലിൽ ഇടുന്ന ശരീരത്തിൽ, മേലെന്ന് പറഞ്ഞാൽ ശരീരം, മേലിൽ ഇടുന്ന മുണ്ടിനെയാണ് നമ്മൾ മേൽമുണ്ട് എന്ന് പറയുന്നത്. ഒരു നീളമുള്ള ഒരു തുണി, ഒരു തുണി മുകളിൽ കൂടെ തോളിലൂടെ മൂടും, ഒരു മുണ്ടുടുക്കും. അതാണ് ഒറ്റയും അതുപോലെ തന്നെ മേൽമുണ്ടും എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാകുമ്പോൾ ഈ മേൽമുണ്ടിനെ അവർ തുണ്ടെന്ന് പറയും. തുണ്ടെന്ന് പറഞ്ഞാൽ തോർത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളും തോർത്ത് ഉപയോഗിക്കും. ഏതായാലും ശകുന്തള 2 വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഒന്ന് ഉടുക്കുന്ന വസ്ത്രവും ഒന്ന് മേൽമുണ്ടും. ആ 2 വസ്ത്രം, അപ്പോൾ വസനദ്വയം 2 വസ്ത്രം. മാലിന്യം ബാധിച്ചിരിക്കുന്നു, അഴുക്ക് ബാധിച്ചിരിക്കുന്നു. ഈ വസ്ത്രമൊക്കെ അഴുക്കാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുടെ കാര്യത്തിൽ പോലും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ഈ ഭിക്ഷക്കാരെയൊക്കെ കാണുമ്പോൾ അവർ മലിനമായ വസ്ത്രം ധരിച്ചുകൊണ്ട് കുളിക്കാതെ പല്ല് തേക്കാതെ നടക്കും. അവരെ പോലും ശ്രദ്ധിക്കുന്നില്ല. അവരുടെ ഈ ഭൗതികമായ ഒന്നിലും അവർക്ക് ശ്രദ്ധയില്ല. സന്യാസിമാരും അങ്ങനെ തന്നെയാണ്. ഇവിടെ മലിനം വസനദ്വയം, 2 വസ്ത്രങ്ങളിലും മാലിന്യം, അഴുക്ക് പിടിച്ചിരിക്കുന്നു. വ്രതത്താൽ മെലിവേറ്റം, വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട്, എന്തോ ഒരു വ്രതം. ഇവിടെ അനുഷ്ഠിക്കുന്ന വ്രതം നമുക്കറിയാം. ഭർത്താവിനെ കാണണം, ഭർത്താവ് അടുത്തേക്ക് വരണം, തൻ്റെ മകൻ അച്ഛനില്ലാതെ വളരുന്നു, എങ്ങനെയെങ്കിലും ഭർതൃസംഗമം ഉണ്ടാകണമെന്നൊരു പ്രാർത്ഥനയാണ്. അതാണ് വ്രതം. ഒന്നിനെ ചിന്തിച്ചുകൊണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിനെ തങ്ങൾക്ക് ലഭിക്കേണ്ട ഒന്നിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതുവരെയുള്ള ജീവിതചര്യ പെട്ടെന്ന് മാറ്റി ഒരു പുതിയ ജീവിതചര്യയിലേക്ക് പ്രാർത്ഥനയോടെ കടക്കുന്നതിനെയാണ് നമ്മൾ വ്രതം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, നൊയമ്പ് വ്രതമുണ്ട്, അതുപോലെ തന്നെ ശിവരാത്രി വ്രതമുണ്ട്, തിരുവാതിര വ്രതമുണ്ട്. എല്ലാ വിഭാഗക്കാർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള വ്രതമുണ്ട്. നമ്മൾ അന്ന് വരെ അനുഷ്ഠിച്ചു വന്നിരുന്നൊരു ജീവിതചര്യ നമ്മൾ പെട്ടെന്ന് മാറ്റിയിട്ട് ഈശ്വര സാക്ഷാത്കാരത്തോടെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ പാടെ മാറ്റി വേറൊരു തരത്തിലൂടെ നമ്മൾ സഞ്ചരിപ്പിക്കും. അതിനെയാണ് നമ്മൾ വ്രതം എന്ന് പറയുന്നത്. പ്രാർത്ഥനയോടെ ഉള്ളൊരു നിഷ്ഠ. പലതും ഉപേക്ഷിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ആഹാരം ഉപേക്ഷിക്കും, ചിലപ്പോൾ പലതരത്തിലുള്ള വ്രതമുണ്ട്. ഇവിടെ ശകുന്തള വ്രതത്താൽ ആഹാരം ഒന്നും കഴിക്കാതെ എപ്പോഴും ഭർത്താവിനെ മാത്രം നനച്ചുകൊണ്ട് വിചാരിക്കുകയാണ് രാജാവ്. അങ്ങനെ അവൾ ആകെ മെലിഞ്ഞുപോയി, ശരീരം ഉണങ്ങി, കുഴൽ കറ്റ ഒറ്റയായി. കുഴലെന്ന് പറഞ്ഞാൽ തലമുടിയാണ്. പണ്ട് ഒക്കെ ഈ അർത്ഥവ്യത്യാസം ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വാക്കാണ് കുഴൽ, അഴൽ, കഴൽ. കുഴൽ എന്ന് പറഞ്ഞാൽ തലമുടി, അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം, കഴൽ എന്ന് പറഞ്ഞാൽ പാദം എന്നാണ്. ഈശ്വരൻ്റെ കഴൽ തൊഴുന്നു, ഈശ്വരൻ്റെ പാദം തൊഴുന്നു എന്നാണ്. അഴലെന്ന് പറഞ്ഞാൽ ദുഃഖം. അഴലിന്നു മൃഗാദി ജന്തുവിൽ പഴുതേറീടിലും എത്തിയാൽ ദ്രുതം കഴിയാമതു മാനഹേതുവാൽ ഒഴിയാത്താർത്ഥി മനുഷ്യനെ വരൂ എന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. അത് അഴൽ എന്ന് പറഞ്ഞാൽ ദുഃഖം. ഇവിടെ കുഴൽ, തലമുടി ഇങ്ങനെ ജട പിടിച്ച് ഒറ്റയായി, ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന പല എണ്ണമായിട്ടുള്ള തലമുടിയൊക്കെ ഇങ്ങനെ ജട പിടിച്ച് കട്ടി പിടിച്ച് ഒന്നിൻ്റെ പാട പോലെ ഒരൊറ്റ ആയിരിക്കുന്നു. കറ്റ ഒറ്റയായി. കറ്റ എന്ന് പറഞ്ഞാൽ കെട്ടിവച്ചിരിക്കുന്ന, വേർപെട്ടിരിക്കുന്നോ ഒറ്റയായിട്ടിരിക്കുന്നോ നമുക്ക് തോന്നാത്ത ഒന്നാണല്ലോ കറ്റ. നെല്ലിൻ്റെയൊക്കെ കറ്റ കെട്ടുക എന്ന് പറയും പോലെ ഒറ്റ കറ്റ പോലെ ഇരിക്കുകയാണ്. പല നാൾ ഇവളുണ്ടു കാത്തിടുന്നു, ഒരുപാട് നാളായിട്ട് ഇവൾ കാത്തിരിക്കുകയാണ്. ഖലനാമെൻ്റെ ദുഷ്ടനായ എൻ്റെ വിയോഗ ദീക്ഷ സാധ്യയായ ഇവൾ, പരിശുദ്ധയായ ശുദ്ധയായ ഇവൾ എൻ്റെ വേർപാട് ഇങ്ങനെ
എൻ്റെ വേർപാട് ഒഴിവാക്കാൻ വേണ്ടി, എന്നെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടി, എന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന ആ രൂപം കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോഴെന്താണ് ശകുന്തളയെ ആദ്യമായിട്ട് രാജാവ് കാണുന്നത്? മാലിനി നദിയുടെ തീരത്ത് വെച്ച് അതിസുന്ദരിയായി ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ട് നിന്ന ശകുന്തളയെ കണ്ട രാജാവാണ് അവളെ പ്രണയിച്ചത്. രണ്ടാമത് കാണുമ്പോൾ വസ്ത്രം മലിനമായിരിക്കുന്നു. 2 വസ്ത്രവും ഉണങ്ങി ആകെ വല്ലാത്തൊരവസ്ഥ, കണ്ടാൽ അറയ്ക്കുന്ന തരത്തിൽ അവൻ ഉണങ്ങിയിരിക്കുന്നു. തലമുടിയൊക്കെ ഇങ്ങനെ ജടകെട്ടി ഒറ്റയായിരിക്കുന്നു. ഇവൾ എന്നെക്കുറിച്ച് ഓർത്താണ്, ദുഷ്ടനായ എന്നെക്കുറിച്ച്, കലനായ എന്നെക്കുറിച്ച് ഓർത്താണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്. ഇവളുടെ രൂപം പോലും ഇങ്ങനെ മാറിപ്പോയത് എന്നോർക്കുമ്പോൾ രാജാവിന് പ്രയാസവും തോന്നുന്നു. പല നാൾ ഇവളുണ്ട് കാത്തിടുന്നു, കലനാമെൻ്റെ വിയോഗ ദീക്ഷ സാധി. ആ ശ്ലോകം കഴിഞ്ഞു. ഇനി അടുത്ത 9ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഈ ശകുന്തളയും രാജാവും കൂടി, അല്ലെങ്കിൽ രാജാവിനെ തിരിച്ചറിയുകയാണ് ശകുന്തള. രാജാവിനെ അവിടെ കണ്ടിട്ട് അവൾ വിശ്വസിക്കുന്നില്ല. പിന്നീട് മനസ്സിലാകുന്നു ഇത് തൻ്റെ രാജാവ് തന്നെ, തൻ്റെ പ്രിയതമൻ തന്നെ എന്ന് മനസ്സിലാക്കുമ്പോൾ ശകുന്തള വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ രാജാവ് ശകുന്തളയെ ആശ്വസിപ്പിക്കുകയാണ്. മോഹമകന്നു തെളിഞ്ഞേൻ മോഹന തനു വന്നു നീയുമെന്നരികിൽ, രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ. മോഹമകന്നു തെളിഞ്ഞേൻ മോഹന തനു വന്നു നീയുമെന്നരികിൽ, രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ. 4 വരി. ഇതാണ് ആ ശ്ലോകം. മോഹമകന്നു തെളിഞ്ഞേൻ. ഇവിടെ മോഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹം എന്നുള്ളതല്ല. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ഒരു മറവി. നമ്മൾ മോഹാലസ്യപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ വീണു എന്നല്ല, ആഗ്രഹത്താൽ ആലസ്യപ്പെട്ട് വീണു എന്നല്ല, മോഹത്താൽ ആലസ്യപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ അവിടെ ബോധം മറഞ്ഞു നമ്മൾ വീഴുന്നതിനെയാണ്. അപ്പോൾ ഈ മോഹത്തിന് സുബോധം എന്നൊക്കെ ഒരർത്ഥമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട്. ഇവിടെ മോഹമകന്നു, എൻ്റെ ബോധം അകന്നു, എൻ്റെ ബോധക്കേട് അകന്നു. ഇവിടെ ബോധക്കേട്, എൻ്റെ അബോധം അകന്ന്. അപ്പോൾ മോഹാലസ്യപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥയിൽ ആലസ്യപ്പെട്ട് നമ്മൾ വീണു. ഇവിടെ എൻ്റെ മോഹം, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓർമ്മക്കേട്, മറവി, അത് അകന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ മറവി മാറി എന്ന് പറഞ്ഞാൽ ഓർമ്മ തിരിച്ചു വന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ മറവിക്കടിമയായിരുന്നു. ആ മറവി, മോഹം, ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ എടുക്കണം. എൻ്റെ മറവിയൊക്കെ അകന്നു തെളിഞ്ഞു, എൻ്റെ മനസ്സ് തെളിഞ്ഞു. മോഹന തനു, മോഹിപ്പിക്കുന്ന, അവിടുത്തെ മോഹം മോഹിപ്പിക്കുന്ന എന്നാണ്. മോഹന തനു, മോഹിപ്പിക്കുന്ന തനു, ശരീരം. മോഹിപ്പിക്കുന്ന ശരീരം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഒറ്റർത്ഥം സുന്ദരി. സുന്ദരിമാർക്കൊക്കെ മോഹിപ്പിക്കുന്ന ചലനവും നോട്ടവും ശരീരവും ഒക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ അല്ലയോ സുന്ദരി, നീ എൻ്റെ അരികിൽ വരികയും ചെയ്തു. സുന്ദരിയായ നീ എൻ്റെ അരികിൽ വന്നു. നീ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോഹമൊക്കെ, എൻ്റെ മറവിയൊക്കെ മാറി. മോതിരം കിട്ടിയപ്പോൾ തന്നെ മാറി. അതുകൊണ്ട് നീ വന്നതിന് ശേഷമാണ് എൻ്റെ മോഹം അകന്നു എന്നല്ല അവിടുത്തെ അർത്ഥം. എൻ്റെ മറവി നേരത്തെ മാറിയിരുന്നു. നിന്നെ കാണാൻ ഞാനും ആഗ്രഹിച്ചിരുന്നു. നീ എവിടെയാണ് ഉള്ളതെന്ന് ഞാനും ചിന്തിച്ചിരുന്നു. എനിക്ക് നിന്നെ ഇപ്പോൾ കാണാൻ സാധിച്ചു. അതാണ് മോഹമകന്നു തെളിഞ്ഞേൻ. ഞാൻ നേരത്തെ എനിക്ക് മോഹമൊക്കെ, എൻ്റെ മനസ്സിലുള്ള മറവിയൊക്കെ മാറി എൻ്റെ മനസ്സ് തെളിഞ്ഞിരുന്നു. ഇപ്പോൾ നീ മോഹനതനു, നീയും എന്നരികിൽ വന്നു. നീ എൻ്റെ അരികിൽ ഇപ്പോൾ എത്തുകയും ചെയ്തു. എന്തുപോലെയാണ്? രാഹുവിനെ വിട്ടു ചന്ദ്രൻ രോഹിണിയോടൊത്തു ചേർന്നു ഭാഗ്യവശാൽ. രാഹുവിന്, അപ്പോൾ ഈ ചന്ദ്രൻ വിവാഹം ചെയ്തിരിക്കുന്നത് 27 നക്ഷത്രങ്ങളെയാണ്. ദക്ഷ പ്രജാപതിയുടെ 27 മക്കളിൽ നക്ഷത്രങ്ങൾ, അതിൽ നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തികരോ, ഇതൊക്കെ ചന്ദ്രൻ്റെ ഭാര്യമാരെന്നാണ് വിശ്വാസം. അതിൽ ചന്ദ്രൻ പ്രണയിച്ചതും വിവാഹം ചെയ്തതും രോഹിണിയെ മാത്രമാണ്. പക്ഷേ മറ്റ് നക്ഷത്രങ്ങളൊക്കെ ചന്ദ്രൻ്റെ സൗന്ദര്യം കണ്ട് ഞങ്ങൾക്കും ഇദ്ദേഹം ഭർത്താവായിട്ട് മതി, വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ദക്ഷൻ തൻ്റെ ബാക്കി മക്കളെ കൂടി ചന്ദ്രനെ വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷെ ചന്ദ്രൻ ഏറ്റവും ഇഷ്ടം രോഹിണി എന്ന് പറയുന്ന നക്ഷത്രത്തിനെയാണ്. അങ്ങനെ ചന്ദ്രനെ ഈ രാഹു എന്ന് പറയുന്ന ഒരു ഗ്രഹം വിഴുങ്ങും. അതാണ് ചന്ദ്രഗ്രഹണം എന്ന് നമുക്കറിയാം. അതായത് ഇതിനെക്കുറിച്ച് പറയുന്ന കഥ, ഈ രാഹു കേതു എന്ന് പറയുന്നത് 2 അസുരന്മാരാണ് എന്ന് പറയുന്ന പല കഥകളുമുണ്ട്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത്, ഈ ദേവന്മാർ വാർദ്ധക്യം ബാധിച്ചപ്പോൾ, ദുർവാസാവിൻ്റെ ശാപം മൂലം വാർദ്ധക്യം ബാധിച്ചപ്പോൾ അവർക്ക് ഈ വാർദ്ധക്യം മാറി യൗവനം തിരിച്ചു കിട്ടാൻ വേണ്ടി ദുർവാസാവ് നിർദ്ദേശിച്ചത് പാലാഴിയിലുള്ള അമൃതെടുത്ത് ഭക്ഷിക്കണമെന്നാണ്.
ഇങ്ങനെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞു. ഈ കഥയൊക്കെ നിങ്ങൾക്കറിയാം. അസുരന്മാർ അമൃത് തട്ടിക്കൊണ്ടുപോയി. ദേവന്മാരാകെ നിസ്സഹായരായി. അസുരന്മാർ അമൃത് ഭക്ഷിക്കാൻ പോയപ്പോൾ മഹാവിഷ്ണു ഒരു മോഹിനി രൂപത്തിൽ അസുരന്മാരുടെ അടുത്തെത്തി. ഈ വിഷ്ണുവിൻ്റെ സൗന്ദര്യം കണ്ട് അസുരന്മാർ അമൃതിൻ്റെ കാര്യമൊക്കെ മറന്നുപോയി ഈ മോഹിനിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചു. അപ്പോൾ മോഹിനി പറഞ്ഞു, അമൃത് ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരാം, നിങ്ങൾ കണ്ണു അടച്ച് വായും തുറന്നിരിക്കണം. അവസാനം ആരാണോ കണ്ണു തുറക്കുന്നത് ആ അസുരനെ ഞാൻ വിവാഹം കഴിക്കും. അസുരന്മാരെല്ലാം കൂടെ കണ്ണു അടച്ച് വായും തുറന്നിരുന്നു, വരിവരിയായിട്ടിരുന്നു. ഈ സമയം മോഹിനി അമൃതം കൊണ്ട് ദേവലോകത്തേക്ക് പോയി. ഒരസുരൻ കണ്ടുറന്നപ്പോൾ സൈംഹികേയൻ എന്ന് പറയുന്ന ഒരസുരൻ, സിംഹികയുടെ പുത്രനായ സംഹികേയൻ എന്ന് പറയും. സൈംഹികേയൻ, സിംഹികയുടെ പുത്രൻ, അവനാണ് അസുരന്മാരുടെ അന്നത്തെ നേതാവ്. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സംഹികേയൻ വിടാൻ തയ്യാറായില്ല. അയാൾ ഒരു വൃദ്ധദേവൻ്റെ വേഷത്തിൽ, കാരണം ദേവന്മാരൊക്കെ വൃദ്ധന്മാരാണ്, അതുകൊണ്ട് വൃദ്ധന്മാരായിട്ടേ പോകാൻ പറ്റൂ, ഒരു വൃദ്ധനായ ദേവൻ്റെ വേഷം ധരിച്ച് ദേവലോകത്തെത്തി. അപ്പോൾ ദേവലോകത്ത് ഇങ്ങനെ അമൃത് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളെ കണ്ടപ്പോൾ തന്നെ ഈ സൂര്യനും ചന്ദ്രനും സംശയമായി. പക്ഷേ അമൃത് ഇയാളുടെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. ദേവനാണെന്ന് കരുതി ഈ അമൃത് വായിലൂടെ ഇങ്ങനെ ഇറങ്ങുകയാണ്. ഈ സമയത്ത് സൂര്യനും ചന്ദ്രനും ഇത് അസുരനാണെന്ന് പറയുകയും മഹാവിഷ്ണു തൻ്റെ ചക്രമെടുത്ത് ഈ അസുരൻ്റെ കഴുത്ത് ഛേദിക്കുകയും ചെയ്തു. പക്ഷെ അമൃത് ഉള്ളിൽ പോയതുകൊണ്ട് ഈ കഴുത്തും മരിച്ചില്ല, ശരീരവും മരിച്ചില്ല, വേർപെട്ടിട്ടും രണ്ടും ജീവിക്കുകയാണ്. കഥയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ അസുരൻ്റെ കഴുത്ത് മുറിഞ്ഞപ്പോൾ ചോരത്തുള്ളിയും അമൃതത്തുള്ളിയും വെളിയിലേക്ക് പോയെന്നും അങ്ങനെ പോയ ചോരത്തുള്ളിയാണ് ചുമന്നുള്ളിയായി മാറിയതെന്നും അമൃതത്തുള്ളി വെളുത്തുള്ളിയുമായി മാറിയതെന്നും ഒക്കെ കഥയുണ്ട്. ഏതായാലും ഇയാൾ മരിച്ചില്ല, രണ്ട് കഷ്ണമായിട്ടും ഇയാൾ മരിച്ചില്ല. അമൃതമുള്ളത് കൊണ്ട് ഇയാൾ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ നിന്നു. അതിന് രണ്ട് പേര് കിട്ടി. തല ഉള്ള ഭാഗം രാഹു, ഉടലുള്ള ഭാഗം കേതു. ഇത് പിന്നീട് നാഗാകൃതി കൈക്കൊണ്ടെന്നും അവസരം വരുമ്പോഴൊക്കെ ഈ രാഹു ചന്ദ്രനെ വിഴുങ്ങും. പക്ഷേ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ട് പോകുമ്പോൾ പിന്നെ ഒന്നുമില്ലല്ലോ, ഉടലില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം ഈ ചന്ദ്രൻ മറഞ്ഞിരിക്കുകയും പിന്നെ പുറത്തേക്ക് വരികയും ചെയ്യും. ഇതാണ് ചന്ദ്രഗ്രഹണമെന്നും കേതു സൂര്യനെ വിഴുങ്ങുന്നതിനെ സൂര്യഗ്രഹണമെന്നും ഒക്കെ നമ്മൾ പണ്ട് കഥ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്കതിൻ്റെ ചരിത്രം വേറെ അറിയാം. ഏതായാലും അങ്ങനെ രാഹു ചന്ദ്രനെ വിഴുങ്ങുന്ന ആ സമയത്ത് രോഹിണിക്ക് ചന്ദ്രനില്ലാതെ സങ്കടം വരും, ചന്ദ്രന് രോഹിണി അടുത്തില്ലാതെ പ്രയാസം വരും, സങ്കടം വരും. അതൊരു കഷ്ടകാലമാണ്, ഒരു ദുരന്തകാലമാണ്. പക്ഷേ അത് ആ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ ദുരിതയെല്ലാം മാറി ചന്ദ്രൻ പൂർവ്വശോഭയോടെ തൻ്റെ ഭാര്യയായ രോഹിണിയുടെ അടുത്തേക്ക് വരും പോലെ മറവിയെല്ലാം മാറി, കഷ്ടകാലമെല്ലാം മാറി. ഇതാ ദുഷ്യന്തൻ ശകുന്തളയുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ രോഹിണിയോടത്ത് ചന്ദ്രൻ ഭാഗ്യം കൊണ്ട് ചേരുന്നത് പോലെ, അല്ലയോ ശകുന്തളയെ, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഭാഗ്യവശാൽ വരികയും ചെയ്തു. ഈ സമയം ശകുന്തള ആര്യപുത്രന് വിജയം എന്ന് പറഞ്ഞപ്പോൾ തൊണ്ട ഇടറി. അപ്പോൾ രാജാവ് പറയുന്നു, തൊണ്ട ഇടറിപ്പോയെങ്കിലും ഇന്നീ ജയപ്രാർത്ഥന ഗദ്ഗതത്താൽ മന്ദിക്കിലും ഹന്ത ഫലിച്ചിതെൻ്റെ താമ്പൂലരാഗം കലരാതെ നിന്റെ ബിംബാതര സുന്ദരി കാൺകയാലേ. നീ ഇപ്പോൾ എനിക്ക് വിജയം ആശംസിച്ചു, പക്ഷെ അത് ഗദ്ഗതത്താൽ പൂർണ്ണമായില്ല. അപ്പം ഒരാളിനെ കാണാതിരുന്ന ആളിനെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് പറയണം, ശബ്ദമൊക്കെ ഇടറിപ്പോവും, തൊണ്ടയിൽ നിന്ന് ശബ്ദം പുറത്തോട്ട് വരില്ല. അപ്പോൾ മഹാരാജാവ് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ശബ്ദം ദുഃഖം കൊണ്ട് പുറത്തോട്ട് വന്നില്ല. അപ്പോൾ രാജാവ് പറയുന്നു, നീ ഭയപ്പെടണ്ട, ഇന്നീ ജയപ്രാർത്ഥന, നീ എനിക്ക് വിജയം ആശംസിച്ചല്ലോ, അതൊരു പ്രാർത്ഥനയാണ്. ഒരാൾ വിജയിക്കട്ടെ എന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ദൈവമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് പ്രാർത്ഥനയും ഒരു ജയാശംസയാണ്. നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഈശ്വരന്മാർക്കും വേണ്ടി കൂടിയുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ ജയപ്രാർത്ഥന ഗദ്ഗതത്താൽ മന്ദിച്ചുപോയി, ശബ്ദം പുറത്തോട്ട് വരാതെ അത് മന്ദിച്ചുപോയി. മന്ദീഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായി ഉയർച്ചയിലേക്കോ വളർച്ചയിലേക്കോ എത്തിയിട്ടില്ല. പൂർണ്ണമായ വളർച്ച എത്താതിനെയൊക്കെ നമ്മൾ വളർച്ച മന്ദിച്ചുപോയി, മുരടിച്ചുപോയി. ബുദ്ധി പൂർണ്ണമായിട്ട് വികസിക്കാത്തവരെയൊക്കെ നമ്മൾ മന്ദമായ ബുദ്ധി, മന്ദബുദ്ധി ഇങ്ങനെയൊക്കെ പറയുന്നത് പോലെ, മന്ദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെറുതായത്, എന്താ പറയുന്നത്, പൂർണ്ണമായിട്ടല്ലാത്തത്, മന്ദമായത്, ഇളം കാറ്റ്, ചെറുത് എന്നൊക്കെയുള്ള അർത്ഥമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ജയപ്രാർത്ഥന മന്ദിച്ചു പോയി, പൂർണ്ണതയിലേക്ക് എത്തിയില്ല, എങ്കിലും അത് ഫലിച്ചു. കാരണം നിൻ്റെ മനസ്സിലെ ആഗ്രഹം അതാണ്. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മുടെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ടായാൽ മതി. അത് ഫലിച്ചു.
താമ്പൂലരാഗം കലരാതെ നിന്റെ ബിംബാതര സുന്ദരി കാണുകയാൽ. താമ്പൂലരാഗം, രാഗം ചുവപ്പാണ്, താമ്പൂലം വെറ്റിലയാണ്. പണ്ടൊക്കെ ഈ സ്ത്രീകളൊക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചുണ്ട് ചുവപ്പിക്കാൻ ലിപ്സ്റ്റിക്കൊന്നും അല്ല ഉപയോഗിച്ചിരുന്നത്, മുറുക്കാൻ ചവയ്ക്കും. മുറുക്കാൻ ചവയ്ക്കുമ്പോൾ മുറുക്കാൻ്റെ ആ ചുമപ്പ് ചുണ്ടിലൊക്കെ പുരളും. അതായിരുന്നു നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു ചുണ്ട് ചുവപ്പിക്കൽ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നീ താമ്പൂലരാഗം കലരാതെ തന്നെ, മുറുക്കി ചുവപ്പിക്കാതെ തന്നെ ഈ ശകുന്തളയുടെ ചുണ്ട് ചുമന്നതാണ്. എങ്ങനെ? ബിംബാതരം, നിന്റെ ബിംബാതരം. അധരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുണ്ട് എന്നാണ്. ഈ ബിംബം എന്ന് പറയുന്നത്, ഇനി ഇതിൽ വരും ബിംബോഷ്ടം എന്ന് പറയുന്ന വാക്ക് വരും. അവിടെ ഈ ബിംബം എന്ന് പറയുന്ന വാക്ക് നമ്മൾ അറിയണം. ബിംബം എന്ന് പറയുന്നത് തൊണ്ടിപ്പഴമാണ്, ഒരു മരമാണ്. പണ്ട് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ അരി, 2 അരി 3 അരിയൊക്കെ ആ കായൊക്കെ ഒരു തണ്ടിൽ കാണും. അതിന് 4 കാണും. അതിനെ നമ്മൾ ഇളക്കിയെടുത്തിട്ട് ഒരു കായ് ഇങ്ങനെ പൊളിച്ചു നോക്കുമ്പോൾ അത് ചുണ്ടിൻ്റെ ആകൃതിയിലാണ്. വാ തുറന്ന ചുണ്ടിൻ്റെ ആകൃതിയിൽ ഇങ്ങനെ പിളർന്നു വരും. അതിനകത്ത് അരിയുണ്ട്, കറുത്ത അരിയാണ്. ഈ കറുത്ത അരി വണ്ടുകൾ പോലെ, ചില കരിവണ്ട് പോലെ ഇരിക്കും. പണ്ടൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇത് പൊട്ടിക്കിടക്കും. നല്ല ചുമപ്പാണ് അതിൻ്റെ ചുണ്ടിൻ്റെ ആകൃതിയിലിരിക്കും. നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി തൊണ്ടിപ്പഴം എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, ചുണ്ട് പോലിരിക്കും. അത് നല്ല ചുമപ്പാണ്. അത് മുറുക്കാനൊന്നും ചവച്ചിട്ടല്ല, അത് സ്വാഭാവികമായിട്ടുള്ള ചുമപ്പാണ്. അപ്പോൾ മുറുക്കി ചുമപ്പിക്കാത്ത നിൻ്റെ ചുമന്ന ചെഞ്ചുണ്ട് കണ്ടപ്പോൾ തന്നെ, ആ ചുണ്ടിലൂടെ നിൻ്റെ പ്രാർത്ഥന പുറത്തേക്ക് വന്നപ്പോൾ, ആ ചുണ്ടിൻ്റെ ഒരു വിറയലും അതിൻ്റെ ആത്മാർത്ഥതയും, ആ പ്രാർത്ഥനയോടുള്ള ആത്മാർത്ഥതയും ഒക്കെ കണ്ടപ്പോൾ വാക്കെന്തിന് പുറത്തേക്ക് വരണം? വാക്ക് പുറത്തേക്ക് വന്നില്ലെങ്കിലും നിൻ്റെ മുഖത്ത്, ചുണ്ടിൽ ആ പ്രാർത്ഥനയുടെ ഒരു തീവ്രതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന ഫലിച്ചു എന്ന് രാജാവ് പറയുകയാണ്. അപ്പോൾ ബിംബാതരം എന്ന് പറയുന്ന വാക്ക് മനസ്സിലായി, താമ്പൂലരാഗം എന്ന് പറയുന്ന വാക്ക് മനസ്സിലായി. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഇന്നീ ജയപ്രാർത്ഥന ഗദ്ഗതത്താൽ മന്ദിക്കിലും ഹന്ത ഫലിച്ചിതൻ്റെ താമ്പൂലരാഗം കലരാതെ നിൻ്റെ ബിംബാതര സുന്ദരി കാണുകയാലേ. അപ്പോൾ 10 ശ്ലോകം ഇന്നും കൂടി ആയപ്പോൾ ഇന്നും 5 നമുക്ക് പറയാൻ പറ്റുള്ളൂ. 31 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു, അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം ബാക്കി 5 കൂടി, വലിയ ശ്ലോകങ്ങളാണ് അടുത്ത ശ്ലോകങ്ങൾ. അതും എന്തായാലും പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ ചോദിക്കുക. കൃത്യമായിട്ടും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോയിലൂടെ ഇത് അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.